പ്രിയ സുഹൃത്തുക്കളെ, തുറന്ന പുസ്തകം ഗ്രൂപ്പിൻ്റെ ലൈഫ് ടിപ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഒരിക്കൽ 2 ഭിക്ഷുക്കൾ തോണിയിൽ പുഴ കടക്കുകയായിരുന്നു. ഒരാൾ വളരെ പ്രായമുള്ളവനും ഇതരൻ വളരെ ചെറുപ്പവും. സൂര്യാസ്തമയത്തിന് മുൻപ് ഞങ്ങൾക്ക് നഗര കവാടത്തിൽ എത്താനാകുമോ? അവർ തോണിക്കാരനോട് ചോദിച്ചു. കാരണം സഞ്ചാരയോഗ്യമല്ലാത്ത ഒരു മലമ്പ്രദേശം അവർക്ക് പിന്നിടാനുണ്ട്. സൂര്യൻ അസ്തമിക്കുകയാണ്. കൂടിയാൽ അരമണിക്കൂർ അവർക്ക് കിട്ടും. അതിനു മുൻപ് അവർ അവിടെ എത്തണം. കാരണം നഗര കവാടമടച്ചാൽ രാത്രി മുഴുവൻ വനപ്രദേശത്ത് കഴിയണം. അതപകടമാണ്. വന്യമൃഗങ്ങൾ ഏറെയുള്ള ഒരു വനമാണത്. മിതഭാഷിയായ തോണിക്കാരൻ പറഞ്ഞു, നിങ്ങൾ വളരെ മെല്ലെ പോകണം, എന്നാൽ അവിടെ എത്താൻ കഴിയും. വൃദ്ധന് അത് നന്നായി മനസ്സിലായി. യുവാവ് വളരെ വേഗത്തിലായിരുന്നു. വൃദ്ധൻ യുവാവിനോട് മൊഴിഞ്ഞു, അതെ, പതുക്കെ പോകണം, എനിക്കത് മനസ്സിലായി. യുവാവ് തിരിച്ചടിച്ചതുപോലെ പറഞ്ഞു, നിങ്ങൾ ഇരുവരും വിഡ്ഢികളാണ്. പതുക്കെ പോയാൽ എങ്ങനെ വേഗം അവിടെ എത്തും? വൃദ്ധനെ തനിച്ചാക്കി അയാൾ ഓടാൻ തുടങ്ങി. ചെങ്കുത്തായ ചെരിവുകളും തിരിവുകളുമുള്ള ഒരു മലഞ്ചെരിവായിരുന്നു മുന്നിൽ. സമയമെടുത്ത് ദുർഗമമായ ഒരു ഭാഗത്ത് വൃദ്ധനെത്തി. വളരെ പതുക്കെയാണ് അദ്ദേഹം വന്നത്. അവിടെ യുവാവ് അടിപതറി നോക്കെത്താത്ത അത്രയും താഴെ വീണ് ദേഹമാകെ മുറിഞ്ഞ് കയ്യിലുള്ളതൊക്കെ ചിന്നിച്ചിതറി വിലപിക്കുന്നുണ്ടായിരുന്നു. വൃദ്ധൻ യുവാവിന് നേരെ ദയയോടെ ഒന്ന് നോക്കുക മാത്രം ചെയ്തു. ഒരാൾക്കും രക്ഷപ്പെടുത്താനാവാത്ത നിലയിലുള്ള അയാളെ നോക്കി വൃദ്ധൻ സ്വയം ഒഴിഞ്ഞു. വേഗത്തിലെത്താനായി ശ്രമിച്ചു. ഒടുവിൽ ഒരിക്കലും അവിടെ എത്താതെയുമായല്ലോ. യുവാവ് കാട്ടുമൃഗങ്ങളാൽ ഭക്ഷിക്കപ്പെടുകയും വൃദ്ധൻ സൂര്യനസ്തമിക്കും മുമ്പ് നഗര കവാടത്തിലെത്തി രക്ഷപ്പെടുകയും ചെയ്തു. ഒരാൾ വേഗത്തിലോടിയാൽ ആ വേഗം തന്നെ ഒരു ലഹരിയാകും. വാഹനമോടിക്കുമ്പോൾ മനസ്സ് അധികം വേഗത്തിലോടിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് ലഹരി പിടിപ്പിക്കുന്നു. വേഗം രക്തത്തിലെ ചില കെമിക്കലുകളെ ഉത്തേജിപ്പിക്കുന്നു. ഓരോ വർഷവും ഒരു ലോകമഹായുദ്ധത്തിൽ മരിക്കുന്നവരെക്കാളേറെ അമിതവേഗത്തിലുണ്ടാകുന്ന വാഹനാപകടങ്ങളിൽ കൊല്ലപ്പെടുന്നു. മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, വേഗം കുറക്കുക, പതുക്കെ തിന്നുക, പതുക്കെ നടക്കുക, വളരെ വളരെ പതുക്കെ ചലിക്കുക. ബുദ്ധൻ ബോധിവൃക്ഷ ചുവട്ടിലിരുന്ന് എന്താണ് മൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നോ? വേഗം കുറച്ചുകൊണ്ടിരിക്കുക. ഒരു വേഗവുമില്ലാത്ത, ഒരു ഓട്ടവുമില്ലാത്ത ഒരു ബിന്ദുവിലെത്തുക. ആ നിമിഷം ഒരാൾ ബോധോദയത്തിലെത്തുകയാണ്. വേഗത്തിൽ ചെയ്യുന്ന ഒരു ജോലിയിൽ നിന്നും ഒരാൾക്കും തൃപ്തിയുണ്ടാവുകയില്ല, സന്തോഷമുണ്ടാവുകയില്ല. ഓരോരുത്തരും ഇന്ന് പറഞ്ഞറിയിക്കാനാവാത്തത്ര തിരക്കിലാണ്. കൂടുതൽ ഉയർന്ന നേട്ടങ്ങൾക്കായി, വികാസത്തിനായി, പണത്തിനായി ഉത്കണ്ഠയോടെ മരണ ഓട്ടത്തിലാണ്. അതുകൊണ്ട് മക്കൾക്ക് അവരവരുടെ മാതാപിതാക്കൾക്കു വേണ്ടി വളരെ കുറച്ചു സമയമേ കിട്ടുന്നുള്ളൂ. രക്ഷിതാക്കൾക്ക് പരസ്പരം കുറച്ചു സമയമേ കിട്ടുന്നുള്ളൂ. അപ്രകാരം ഇക്കാലത്ത് വീടുകൾ തിരക്കേറിയ അശാന്തമായ ഒരു സ്ഥാപനമായി മാറി. ഈ യുഗത്തിൻ്റെ മഹത്തായ നേട്ടം വേഗമാണെന്ന് കരുതപ്പെടുന്നു. വേഗത്തിൻ്റെ ഒരു റെക്കോർഡ് ആരെങ്കിലും ഭേദിക്കുന്നത് അഭിമാനകരമായ വിജയമായി നാം കൊണ്ടാടുന്നു. അതുകൊണ്ട് വേഗം പുതിയ മനുഷ്യന്റെ ദൈവമായി മാറിയിരിക്കുന്നു. വിചാരത്തിലും വാക്കിലും കർമ്മത്തിലും വേഗരോഗം ബാധിച്ച ആധുനിക മനുഷ്യനെ ചികിത്സിച്ചു മാറ്റാനുള്ള വല്ല മരുന്നുമുണ്ടോ? ഉണ്ട്. ഒരു ഗ്ലാസ് വെള്ളം 15 മിനിറ്റ് കൊണ്ട് കുടിച്ചു തീർക്കുന്ന ലളിതമായ ഒരഭ്യാസമാണത്. ഇതിൽ വിജയിയായ ഒരാൾ വേഗമില്ലാതെ സംസാരിക്കാൻ പഠിക്കണം. ഓരോ വാക്കുകൾക്കും ഇടയ്ക്ക് ആവശ്യമായ ശൂന്യസ്ഥലമിട്ടുകൊണ്ട് സംസാരിക്കാൻ ശീലിക്കണം. വാക്കുകൾ വായിൽ നിന്ന് വളരെ വേഗത്തിലാണ് വഴുതി വീഴുക. ഒരാളുടെ വികാരത്തിന്റെ വേഗങ്ങൾക്കനുസരിച്ച്
സംഭാഷണത്തിൽ വാക്കുകൾ അനിയന്ത്രിതമാകുന്നു. ഇത് മന്ദമാക്കണം. അതിന് മനസ്സിന്റെ വേഗം കുറക്കണം. മനസ്സിന്റെ വികലത, വാക്കുകളിലെ വികലത ഇല്ലാതാക്കാൻ ശ്വാസതാളം മന്ദഗതിയിലാക്കിയാൽ മതി. പതിവായി ഒരിടത്തിരുന്ന് കണ്ണുകളടച്ച് നിശ്ചിത സമയം പതുക്കെ ശ്വാസമെടുക്കുകയും വിടുകയും ചെയ്യുക. തുടർന്ന് ഒരു ഗ്ലാസ് ജലം 15 മിനിറ്റ് കൊണ്ട് കുടിക്കാൻ നിങ്ങളിരിക്കുന്നു. നിങ്ങളത് കുടിക്കാൻ പോവുകയാണ്. നിങ്ങൾ സ്വന്തം ശ്വാസനാളത്തിൽ ശ്രദ്ധിച്ചിരുന്നതിന് ശേഷം നിങ്ങൾ വളരെ ശ്രദ്ധയോടെ മന്ദമായി ആ ഗ്ലാസ് സ്പർശിക്കുകയും തുടർന്ന് ആ വെള്ളം നിങ്ങൾ കയ്യിലെടുക്കുകയും ശ്രദ്ധയുടെ ധാര മുറിയാതെ തന്നെ ഗ്ലാസ്സിലെ ജലത്തെ നന്ദിയോടെ ഒന്ന് നോക്കി പതുക്കെ ആ ജലത്തെ മണക്കുകയും അനന്തരം നിങ്ങൾ ആദ്യമായി ജലം കുടിക്കുന്ന ഒരാളെപ്പോലെ ഗ്ലാസ്സിനു നേരെ ചുണ്ടുകൾ അടുപ്പിക്കുകയും ഒടുവിൽ ജലസ്പർശത്താൽ ചുണ്ടുകൾ നനയുകയും ചെയ്യുന്നു. പിന്നീട് നിങ്ങൾ തുള്ളി തുള്ളിയായി നിങ്ങൾക്കെത്ര ചെറിയ അളവിൽ അത് കുടിക്കാമോ അങ്ങനെ അമൃത് നുകരുന്ന പോലെ ജലം നുകരുന്നു. ജലത്തിന്റെ തണുപ്പ്, ജീവൻ, രുചി നിങ്ങൾ ആദ്യമായി അറിയുന്നു. ഒരു ഗ്ലാസ് വെള്ളം എത്രയും സമയമെടുത്തുകൊണ്ട് ഒരാൾ നുകരുമ്പോൾ അയാളുടെ ഉള്ളിലുള്ള വേഗ മഹാരോഗത്തിനുള്ള ഒരു പ്രതിരോധ മരുന്നായി അത് മാറുകയാണ്. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി.